ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഫ്ലാറ്റ് റൂഫിൻ്റെ സെക്ഷനായിരുന്നു. ഫ്ലാറ്റ് റൂഫിൻ്റെ സെക്ഷനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലിനി ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി മൾട്ടി ലീഡർ യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ ഡീറ്റെയിൽസ് എഴുതാനുണ്ട് ഇവിടെ. അപ്പോൾ അതിന് മൾട്ടി ലീഡർ യൂസ് ചെയ്യാം. മൾട്ടി ലീഡർ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഫോർമാറ്റിൽ മൾട്ടി ലീഡർ സ്റ്റൈല് ക്ലിക്ക് ചെയ്യാം. മൾട്ടി ലീഡർ സ്റ്റൈല് ക്ലിക്ക് ചെയ്യാം. ന്യൂ അല്ലെങ്കിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലീഡർ ഫോർമാറ്റിൻ്റെ അകത്ത് എയറോ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എയറോ സൈസ് 20 നേരത്തെ കൊടുത്ത പോലെ. അതുപോലെ കണ്ടൻറ്റിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഹൈറ്റ് 20 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ് കറണ്ട് കൊടുത്ത് ക്ലോസ് ചെയ്യും. നമ്മൾ ഡയമെൻഷൻ്റെ അകത്ത് മൾട്ടി ലീഡർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RCC, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അതായത് കമ്പി യൂസ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനെ പറയുന്ന പേരാണ് RCC, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. 1:2:4 10 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ തിക്ക് റൂഫ് സ്ലാബ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. RCCൻ്റെ ഫുൾ ഫോം റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. റേഷ്യോ ആണ് 1:4. 1 എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ റേഷ്യോ. പിന്നെ നമ്മൾ പൂഴി, അതായത് സാൻഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ വേറെ എന്താണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെത്. പിന്നെ അഗ്രിഗേറ്റ്, അതായത് നമ്മൾ ജെല്ലി യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെ റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ തിക്നെസ്, അതായത് 10 അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് കാണിക്കുക. അതേപോലെ മൾട്ടി ലീഡറിൻ്റെ അകത്ത് ഇവിടെ ഇത് കാണിക്കാം, എർത്ത് ഫില്ലിംഗ് കൊടുക്കാം. അതുപോലെ ഇവിടെ PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയും. അതിൻ്റെ റേഷ്യോ 1:3:6 ഇങ്ങനെ കൊടുക്കും. ഇത്രയും ഡീറ്റെയിൽസ് അവിടെ കാണിക്കണം. നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവിടെ അത്രയും കാര്യങ്ങൾ കാണിക്കണം. ഇനി അടുത്തത് അത് ഇതേപോലെ തന്നെ നമ്മൾ സ്ലോപ്പ് റൂഫാണ് സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ, കട്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ അതിൽ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കോപ്പി എടുക്കുകയാണ്. ഇപ്പോൾ കോപ്പി എടുത്തു, നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുന്നതിൻ്റെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഉള്ളിലുള്ള പോർഷൻ കട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഏറോ മാർക്കം മുകളിലേക്ക് കാണിക്കുക. അന്ന് കാണിച്ച പോലെ തന്നെ ഡ്രോയിൽ വൈപ്പ് ഔട്ട് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വൈപ്പ് ഔട്ടോ അല്ലെങ്കിൽ ലൈൻ ടൂളോ ഉപയോഗിച്ചിട്ട് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം, ഏറോ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ പോർഷൻസ് അവിടെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ എടുത്ത് അതിൽ വേർട്ടിക്കൽ എടുക്കാം. അതിലോരോ പോയിന്റ് കാണിക്കും. ഇപ്പം വോള് കട്ടാവുന്ന ഓരോ പോയിന്റും മാർക്ക് ചെയ്ത് കാണിക്കും. വോളാണ് കാണിക്കേണ്ടത്. പിന്നെ അതിന് ശേഷം ഒറിസോണ്ടലിലുള്ള പോർഷൻസും കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്ലോപ്പ് സൺഷെയ്ഡ് കാണിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കാണിക്കാം. അതേപോലെ റൂഫിൻ്റെ പൊസിഷനും കാണിക്കാം. ഇത്രയും കാണിച്ചു. ഇനി ബാക്കി ഭാഗം എന്ത് ചെയ്യുക, ട്രിം ചെയ്ത് കളയാം.
ഇതൊക്കെ ട്രിം ചെയ്ത് കൊടുത്തു. പൊസിഷനൊക്കെ ട്രിം ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലത്തെ ഹൈറ്റാണ് ഈ കാണിക്കുന്നത്, റൂഫിൻ്റെ. ഇത് സൺഷെയ്ഡിൻ്റെ ഹൈറ്റ്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ബേസ്മെൻറ്റ് മുതൽ ഓരോന്നും ചെയ്യാം. അപ്പം ബേസ്മെൻറ്റ് ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10 ആണ് ഓഫ്സെറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗത്തും ഓഫ്സെറ്റ് 10 കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. രണ്ട് ഭാഗത്ത് 10 കൊടുത്ത് ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഉള്ളിൽ വരുന്ന ഭാഗം ട്രിം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ 40 ആണ് ഇങ്ങോട്ട് വരിക, ഹൈറ്റ് വരുമ്പോൾ 45. നെക്സ്റ്റ് വരുന്നത് താഴത്തെ പോർഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ 60, ഞാനന്ന് പറഞ്ഞ പോലെ 60 ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും രണ്ടും ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക ഫൗണ്ടേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം നമുക്ക് 60 വരണമെങ്കിൽ 40 + 20 ആണ് 60. അപ്പോൾ 10 പ്രൊജക്ഷൻ കാണിക്കാം. പിന്നെ താഴോട്ട് 60, സൈഡിലോട്ട് 60, മുകളിലോട്ട് 60. ഇങ്ങനെയാണ് ഇത് കാണിക്കേണ്ടത്. ഇനി ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഇത് ഇത്രയും സെലക്ട് ചെയ്യുക, ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാളിൻ്റെ ഒരു എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് അതേ സൈഡിൽ വരുന്ന വാളിൻ്റെ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓരോ ഭാഗത്തേക്കും കോപ്പിയാവും. കോപ്പിയായി. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ ബാക്കി എല്ലാ എൻഡിലും കറക്റ്റായിരിക്കും, ഈ എൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ ട്രിം ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ വരുന്ന വോൾഡ് ലൈൻസിനെ ട്രിം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അതായത് ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ, ഇതൊന്ന് ഫൗണ്ടേഷൻ, ഇത് ബേസ്മെൻറ്റ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുക. അത് ഗ്രൗണ്ട് ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 10 പ്രൊജക്ഷൻ ഓഫ്സെറ്റ് ചെയ്യുക ഉള്ളിലേക്ക്. എന്നിട്ട് ഓരോ പോർഷനും ട്രിം ചെയ്ത് കൊടുക്കുക. ഇതിനെയൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൺഷെയ്ഡ്. സൺഷെയ്ഡ് വരുമ്പോൾ ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് എൻഡിൽ മാത്രമേ സൺഷെയ്ഡ് വരുള്ളൂ. അപ്പോൾ ആ പോർഷൻസ് നമുക്ക് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക. അപ്പോൾ കാണിക്കാൻ വേണ്ടി 60 ആണ് അതിൻ്റെ പ്രൊജക്ഷൻ ഓഫ്സെറ്റ്. അപ്പോൾ 60 എടുക്കുക. ഇവിടുന്ന് പുറത്തേക്കും ഇവിടുന്ന് പുറത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ട്രിം ചെയ്യുക. ലൈൻ എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ലൈൻ എടുത്ത് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഓഫ്സെറ്റ് 10 എടുക്കാം, ഉള്ളിലേക്ക് കൊടുക്കാം. ഫില്ലറ്റ് ചെയ്യാം. ഇതൊക്കെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ ഓഫ്സെറ്റ് ഉള്ളിലേക്ക് കൊടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് വെക്കുക. അത് സോറി, ഉള്ളിലുള്ള പോർഷൻസ് ആണ്. മുകളിലുള്ള പോർഷനാണ് ഇങ്ങനെ കോൺക്രീറ്റ് വരിക. അതായത് സൺഷെയ്ഡ് സ്ലോപ്പ് ആണല്ലോ, അപ്പം മുകളിൽ നിന്ന് താഴോട്ടാണ് വരിക. മറ്റേതിൽ വരുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് വരിക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ 2 ടൺ എന്ന് പറയുന്നത് ഇവിടത്തേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് വരിക, ഈ സ്ലോപ്പ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓഫ്സെറ്റ് 10 കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക്, ഇവിടുന്ന് ഉള്ളിലേക്ക്, ഇവിടുന്ന് ഉള്ളിലേക്ക് കൊടുക്കുക. എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഫില്ലറ്റ് ചെയ്യുക. ഫില്ലറ്റ് ചെയ്ത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല, അത് എറേസ് ചെയ്യുക. ബാക്കി ട്രിം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക സൺഷെയ്ഡ്. സ്ലോപ്പ് സൺഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെയാണ്. സ്ലോപ്പ് സൺഷെയ്ഡ് കട്ടായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക.
പിന്നെ ഈ പോർഷൻ എന്താണ് കാണിക്കുന്നതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ പുറകിലുള്ള ഏറ്റവും പുറകിൽ വരുന്ന ഈ ഒരു ഏരിയ, ഇങ്ങനെ വരുന്ന ഏരിയ കാണുന്നതാണ് നമുക്ക് ഈ ഒരു ഇതായിട്ട് കാണിക്കുന്നത്, ഈ ഒരു ലൈനായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല, ഇത്ര പോർഷൻസേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഫ്ലാറ്റാണ് വരുന്നതെങ്കിൽ ഫ്ലാറ്റിൻ്റെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റിൻ്റെ ഈ ഒരു ലൈൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പുറകിലുള്ള സൺഷെയ്ഡിൻ്റെ ആ ഒരു ഏരിയ ആണ് അത് കാണിക്കുന്നത്. ഇനി സ്ലോപ്പ് പ്രൂഫ് കട്ടാവുന്നത്. സ്ലോപ്പ് പ്രൂഫ് കട്ടാവുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സ്ലോപ്പ് പ്രൂഫ് കട്ടാവുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടുന്ന് മുകളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇമേജിൻ ചെയ്യുക, നമ്മളൊരു സ്ലോപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു പോർഷനിൽ കട്ട് ചെയ്തിട്ട് അവിടുന്ന് മുകളിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ വരിക എന്ന് നോക്കാം. അതിനിപ്പം ഉള്ള പൊസിഷനൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്രൊജക്ഷൻ കൂടി കാണിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 60 പ്രൊജക്ഷൻ മാർക്ക് ചെയ്ത് കാണിക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തു, 60 പ്രൊജക്ഷൻ കൊടുത്തു ആ റൂഫിൻ്റെ എൻഡിൽ. നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ സ്ലോപ്പ് വരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോ പോർഷൻ. അപ്പോൾ അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കുക, അതിന് വേർട്ടിക്കൽ പോയിന്റ് എടുക്കാം, ഒരു എൻഡ് ഇത് ക്ലിക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ കട്ടാവുന്ന പോർഷൻ അവിടെ ഒരു മാർക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ അതും സെലക്ട് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ 3 പോയിന്റ്സ്. അതായത് ഒരു എൻഡ് പോയിന്റ്, അടുത്ത ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും മുകളിലുള്ള പോയിന്റും, പിന്നെ നമ്മൾ സെക്ഷൻ ലൈൻ പോകുന്ന പോയിന്റും, അങ്ങനെ 3 പോയിന്റാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. എൻഡ്, ഏറ്റവും മുകളിലത്തെ ഭാഗം, പിന്നെ സെക്ഷൻ കട്ടാവുന്ന ഭാഗം, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ നമുക്ക് ഇപ്പോൾ എലിവേഷനിലുള്ള അതേ സ്ലോപ്പ് തന്നെ ആയിരിക്കും അവിടെയും വരിക. അപ്പോൾ ഈ 2 പോർഷനും സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം, ഈ എൻഡ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ അതിൽ രണ്ടിലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കട്ടാവുന്ന ഭാഗത്തു നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. കട്ടാവുന്ന പോയിന്റ് ഇതാണ്, അപ്പോൾ ആ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ കിട്ടി മുകളിലത്തെ പോർഷനും അതിൻ്റെ ഈ ഒരു പോർഷനും. ഇനി ഈ ലൈൻസൊക്കെ കളയാം, വെർട്ടിക്കൽ ലൈൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അതേപോലെ ഇവിടെയും കുറേ ലൈൻസൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ ഇവിടെയാണ് കട്ടിങ് വരുന്നത്, ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത്. ഇവിടുന്ന് മുകളിലത്തെ ഭാഗം കാണുന്നതാണ് ഈ ഒരു ഏരിയ. അത് റൂഫ് ടൈൽ തന്നെ ആയിരിക്കും ആ കാണുന്ന ഏരിയ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഉള്ളിലുള്ള ഭാഗമാണല്ലോ, അപ്പോൾ ഉള്ളിലുള്ള ഭാഗമായതുകൊണ്ട് ഈ താഴത്തെ ഈ പോർഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഓഫ്സെറ്റ് 10 ഒരു സ്ലാബിൻ്റെ തിക്നെസ് എടുത്തിട്ട് ഇവിടുന്ന് ഉള്ളിലേക്ക് കൊടുക്കാം, ഇവിടുന്ന് സൈഡ്, ഇവിടുന്ന് സൈഡ്, അതുപോലെ ഈ സൈഡും, എല്ലാ സൈഡ്സും അതേപോലെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഫില്ലറ്റ് എടുത്ത് അത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് വരിക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലൈൻസ് ആവശ്യമില്ല, ഈ താഴത്തെ ഈ ലൈൻ അത് ട്രിം ചെയ്ത് കളയുക. ഇങ്ങനെയാണ് വരിക, ഉള്ളിലുള്ള പോർഷനാണ് വരിക. പിന്നെ ഈ ലൈൻസും ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വോളിൻ്റെ പോയിൻ്റൊക്കെ ട്രിം ചെയ്ത് കൊടുത്തു കളി. അവിടെ കോൺക്രീറ്റ് ആണല്ലോ വരിക. ഇങ്ങനെയുണ്ടാവും. ഇങ്ങനെയാണ് ഈ സ്ലോപ്പ് റൂഫ്
കട്ടായാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക സ്ലോപ്പ് റൂഫിൻ്റെ. അതായത് കട്ടാവുന്നത് ഈ എൻഡിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മുകളിലേക്ക് നോക്കുകയാണ്. അപ്പം മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ, അതായത് റൂഫ് ടൈല് നമ്മൾ കാണും. നമ്മൾ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം സ്ലോപ്പിൻ്റെ കംപ്ലീറ്റ് കട്ടായിട്ടില്ല. കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ കാണുന്ന ഏരിയ ആണ് ഇത്. അവിടെ വരിക ഹാച്ചിൻ്റെ അകത്ത് അതിൽ വരിക റൂഫ് ടൈൽ എന്നുള്ള ഹാച്ചാണ് വരിക. ഈ ഒരു ഹാച്ചാണ് അതിൽ വരിക. ഇവിടെ വരുമ്പോൾ കോൺക്രീറ്റ് ആണ് വരിക. ഇങ്ങനെ വരും. ഇത് കോൺക്രീറ്റ് ആണ് വരിക. ഇതിൽ റൂഫ് ടൈലാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്ലോപ്പ് റൂഫിൻ്റെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരും. ബാക്കിയുള്ള ഭാഗത്ത് സാധാരണ പോലെ തന്നെ കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇതേ സിമ്പിൾസ് തന്നെയാണ്. അതായത് എർത്ത് ഫില്ലിങ്ങിന് സാൻഡ് എന്നുള്ള സിമ്പിൾ, മറ്റേത് കോൺക്രീറ്റ്, പിന്നെ വാളിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു വാളിൻ്റെ സിമ്പിൾ, അതായത് 32 എന്നുള്ള ആ ഒരു സിമ്പിൾ. അത്രയും പോർഷൻസ് അങ്ങനെ തന്നെ കാണിക്കുക. പിന്നെ ഇവിടെ ഡോറ്, വിൻഡോ ഇതൊക്കെ കട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻഡോ കട്ടാവുമ്പോൾ അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 60 മാർക്ക് ചെയ്തിട്ട്, അതായത് എത്ര ഹൈറ്റിൻ്റെ ആണോ ആ വിൻഡോ അതിനനുസരിച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക. ഇവിടെ ഇപ്പം 150ൻ്റെ ഹൈറ്റുള്ള വിൻഡോ ആയിരുന്നു. അപ്പം 60 ആണ് സിൽ ലെവല്. അപ്പോൾ 60 ഇവിടെ കാണിച്ച് ഇവിടെ നിന്ന് 150 കൊടുക്കുക. പിന്നെ ഒരു 15 ലിൻഡലും കൂടി കാണിക്കുക. പിന്നെ അതിൻ്റെ ഫ്രെയിമുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് വരിക. അത് സ്ലോപ്പിലായാലും ഫ്ലാറ്റിലായാലും ഒക്കെ സെയിം ആണ്. നമ്മൾ ആ റൂഫിങ് വരുന്നതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഗ്രൗണ്ട് ലെവലിന് ഇതേപോലെ സിമ്പിൾ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇതേപോലെ സിമ്പിൾ കൊടുക്കുക. പിന്നെ ഡീറ്റെയിൽസ് കാണിക്കുക, സൈഡിൽ ഡയമെൻഷൻ കാണിക്കുക. ഡയമെൻഷൻ സൈഡിൽ മാത്രമല്ല ഇവിടെയും കൂടി കാണിക്കുക. ഇതിലേതെങ്കിലും ഒന്നിൽ ഫൗണ്ടേഷൻ്റെ ആ ഒരു വിഡ്ത്ത് കാണാൻ വേണ്ടി, എത്രയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇതും കൂടി കാണിക്കുക. വാളിൻ്റെ തിക്നെസ്സും കൂടി കാണിക്കുക. ഇങ്ങനെയാണ് വരിക, ഡീറ്റെയിൽസ് വരിക. പിന്നെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു പേരും കൂടി കൊടുക്കുക. AB അല്ലെങ്കിൽ AA അല്ലെങ്കിൽ BC, അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്താൽ അതും കൂടി അവിടെ മെൻഷൻ ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ സെക്ഷൻ AB, അത് ഒരു 30 അല്ലെങ്കിൽ 40 ഹൈറ്റിൽ എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ചെയ്യുമ്പോൾ വരിക.